യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ഏറെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനം. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവവിചാരത്തോടു കൂടിയാണ് മുന്നോട്ട് നടത്തുന്നതെങ്കിൽ അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന തോന്നലുകൾ മാറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതം പ്രകാശപൂർണിതമാക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി മാറുന്നത് കാണുവാൻ സാധിക്കും. ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളോ ലോകത്തിൽ ആരെന്നെ സഹായിക്കുമെന്ന തോന്നലുകളോ എല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ എപ്പോഴുമുണ്ട്, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ഓരോ പ്രവൃത്തികളും ഓരോ നിമിഷങ്ങളും ഞാൻ ആ ദൈവത്തിൽ സമർപ്പിക്കുക. എന്നെ അറിയുന്നവൻ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും എന്ന് നിറഞ്ഞ വിശ്വാസത്തോടെ ദൈവത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ഏത് കൂരിരുട്ടിലൂടെ നീ സഞ്ചരിച്ചാലും ദൈവം നിനക്ക് പ്രകാശമായി നിൻ്റെ കൂടെ നിന്നുണ്ടാകും. ഏത് കാര്യത്തിൽ നീ ഇറങ്ങിയാലും അത് അനുഗ്രഹമായിട്ട്, അത് സമ്പൂർണ്ണ വിജയമായിട്ട് ദൈവം നിനക്ക് നടത്തിത്തരും. ഇന്നു മുതൽ നമ്മുടെ ജീവിതം ഈ ദൈവവചനം പോലെയാകാം. കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇന്നത്തെ ദിവസത്തെക്കുറിച്ച്, ഇന്നത്തെ ദിവസം ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തോടൊപ്പം നമുക്ക് ഇന്നു മുതൽ യാത്ര തുടരാം. നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാ ആഗ്രഹങ്ങളും സർവശക്തനായ ദൈവം പൂർണ്ണമായി നടത്തിത്തരട്ടെ. നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളുടെ മേലും കർത്താവ് വിജയം വരിച്ച് അന്ധകാരത്തിൽ പ്രകാശമായി നിങ്ങളുടെ മുൻപ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി ആ കർത്താവ് തുറന്നു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ മൂലം വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം
സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.